ക്ഷമ അത് എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് മുതലെടുക്കാൻ ആരെയും അനുവദിക്കരുത്. വളർന്നു വരുമ്പോൾ പെൻസിൽ മാറ്റി പേന വച്ചു തരുന്നത് എന്തിനാണെന്നറിയാമോ? ഇനിയുള്ള ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയാൽ മായ്ക്കാൻ എളുപ്പമല്ലെന്ന ബോധം വളരാൻ. എത്ര കലങ്ങിയ വെള്ളവും അല്പസമയം കാത്തിരുന്നാൽ തെളിയും. മനസ്സും ഇതുപോലെയാണ്. എത്ര കലുഷിതമായ മനസ്സാണെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ ശാന്തമാവും. ക്ഷമ കൊണ്ട് പലതും നേടാൻ കഴിയും. ധൈര്യമായിരിക്കുക. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് നേടുന്നതിനായി ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. കോപത്തിലും സ്നേഹത്തിലും അതിര് കവിയരുത്. ശത്രു ഒരുനാൾ മിത്രവും മിത്രം ഒരുനാൾ ശത്രുവുമായേക്കാം. പറഞ്ഞു ചെയ്യുന്നതും അറിഞ്ഞു ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. അറിഞ്ഞു ചെയ്യുന്നവരെ കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ്. ഒരു വ്യക്തി ദേഷ്യത്തിൽ ആയിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഒളിപ്പിച്ചു വെച്ച യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നു. നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല. മറ്റൊരാളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി അയാളുടെ വില കുറയ്ക്കുമ്പോൾ ഓർക്കുക, വരും ദിവസങ്ങളിൽ നമുക്കും ആ കുറവുകൾ വന്നേക്കാം. കാരണം നമ്മളും മനുഷ്യരാണ്. ചില വാക്കുകൾ അങ്ങനെയാണ്. പറഞ്ഞവർ മറന്നു തുടങ്ങിയാലും കേട്ടയാൾ ജീവിതാവസാനം വരെ മറക്കില്ല. ഒരു കനലായി എന്നും മനസ്സിൽ ബാക്കിയുണ്ടാവും. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങളുണ്ടാകും. അതിനാൽ പിന്നിലായി പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. ഉറങ്ങിയാൽ ഉണരുമെന്ന് ഉറപ്പില്ല. ഉണർന്നാൽ ഉറങ്ങാൻ ആവുമോ എന്നും ഉറപ്പില്ല. വെറും നിസ്സാരതയാണ് ഓരോ ജീവിതവും. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരെക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. ഒരു തെറ്റ് നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ നമ്മൾ തെറ്റുകാരൻ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ നമ്മളെ തള്ളിപ്പറയുന്ന ആളുകളെ വേണം ആദ്യം ഒഴിവാക്കാൻ. യഥാർത്ഥത്തിൽ അവരാണ് നമ്മുടെ ശത്രു. കൊടുക്കാൻ ശീലിച്ചവർക്കെല്ലാം ധാരാളം ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ഒന്നുമില്ലായ്മയുടെ വിഷമം എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക. ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധികം സമയം വേണ്ടി വരില്ല. ഒരാൾ കഠിനമായ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ അയാളുടെ ഒപ്പം നിൽക്കുക. ഒന്നും പറയരുത്, ഒന്നും ഉപദേശിക്കരുത്. നിങ്ങളുടെ സാന്നിധ്യമാണ് പ്രധാനം. ആളുകൾ നിങ്ങളുടെ ഭൂതകാലം ചികഞ്ഞ് മോശമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിജയത്തിൻ്റെ പാതയിലാണെന്ന് മനസ്സിലാക്കാം.